നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം കൊക്കയിൽ തള്ളിയിട്ട് അങ്ങ് രക്ഷപ്പെടാമെന്നാണ് സാം കെ ജോർജ് എന്ന കാലൻ കരുതിയത്. പക്ഷേ നടന്നില്ല. സ്വന്തം മകൻ തന്നെയാണ് അപ്പനുള്ള കുരുക്ക് ഇപ്പോൾ മുറുക്കിയിരിക്കുന്നത്. സാമിന്റെ മകൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇത് ഇയാൾക്ക് ആജീവനാന്തം അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുന്നതാണ്. സാം കെ ജോർജിന് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധത്തെ ജെസി എതിർത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ചെപ്പുകുളം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് ഏകദേശം 50 അടി താഴ്ചയിലാണ് ജെസിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിനുശേഷം ശക്തമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അതിലാണ് മകന്റെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. കൊല്ലപ്പെട്ട ജെസിയുടെ ഇളയ മകൻ സാന്റോയുടെ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അയാളുടെ ഒറ്റയടിക്ക് അമ്മയുടെ തലയിൽ 14 തുന്നലുള്ള മുറിവുണ്ടായി. അമ്മ ബോധം കെട്ടു വീണു. മക്കളായ ഞങ്ങളെപ്പോലും തിരിച്ചറിയാനാകാതെ 4 മാസം അമ്മ ആശുപത്രിയിൽ കഴിഞ്ഞു എന്നാണ് സാന്റോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അയാൾ അമ്മയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു, അതിക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നുവെന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നുവെന്നുമാണ് സാന്റോ പറഞ്ഞിരിക്കുന്നത്. സാന്റോയുടെ ഓർമ്മകളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ ഇത്തരം അതിക്രമങ്ങൾ നടന്നിരുന്നു. തനിക്ക് ഏകദേശം 8 വയസ്സുള്ളപ്പോൾ ജിദ്ദയിൽ താമസിക്കുമ്പോൾ ജെസിക്ക് ഒരു പെൻഡ്രൈവ് ലഭിച്ചു. അതിൽ ഭർത്താവ് സാം മറ്റ് പല സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും അവരിൽ പലരും വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഇത് മകനും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛന് മറ്റു പല സ്ത്രീകളുമായും വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. ഒരിക്കൽ മക്കൾ നോക്കി നിൽക്കെ സാം ജെസിയെ മുറിയിലേക്ക് തള്ളിയിട്ടു. വാതിൽ വലിച്ചടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ വാതിലിന്റെ കൈപ്പിടിയും ലോക്കും ഊരിപ്പോന്നു. അതുകൊണ്ട് അമ്മയുടെ തലയ്ക്കടിച്ചു. വലിയ മുറിവാണ് അന്നുണ്ടായത്. കുളിമുറിയിൽ വീണ് പരിക്കേറ്റതാണ് എന്ന് അയാൾ ആശുപത്രിയിൽ കള്ളം പറഞ്ഞു. അമ്മയോടന്ന് മാപ്പ് പറയുകയും ചെയ്തു. ഈ സംഭവങ്ങൾ കാരണം മക്കളായ തങ്ങൾക്ക് കുടുംബജീവിതത്തോട് തന്നെ എതിർപ്പ് തോന്നിയെന്നും സാന്റോ പറഞ്ഞു. അതായത് മകന്റെ ഒരൊറ്റ മൊഴിയിലൂടെ തന്നെ പോലീസിന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് സാം നിരന്തരം ജെസിയെ ഉപദ്രവിച്ചിരുന്നു എന്ന്. അയാൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതും. എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അടപടലം കുടുങ്ങിയത്. മകൻ തന്നെ അച്ഛനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് കേസിന് ബലം നൽകുകയും ചെയ്യുന്നുണ്ട്. തെളിവുകൾ ഉൾപ്പെടെ സാന്റോ പോലീസിന് ചിലതൊക്കെ കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. നിരന്തരം ജെസിക്ക് നേരെ പീഡനങ്ങൾ ഉണ്ടായിരുന്നു. കാലക്രമേണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വന്നു. ജെസിയുടെ കൈകൾ കെട്ടി മുറിയിലിട്ട് പൂട്ടുന്നത് പതിവായിരുന്നു. മക്കൾ വളർന്നപ്പോൾ പേടിച്ചിട്ടാകാം സാം ഉപദ്രവിക്കുന്നത് കുറച്ചു. ജെസി തനിച്ചാകാതിരിക്കാനായി സാന്റോ നാട്ടിൽ തന്നെ തുടർന്നു. പഠനം കഴിഞ്ഞിട്ടും ഗൾഫിൽ ജോലിക്ക് പോകാൻ മടിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ്. എല്ലാവരും കൂടി നിർബന്ധിച്ചാണ് ദുബായിക്ക് പോയത്. അപ്പോഴാണ് അമ്മയെ സാന്റോ ഇത്രയും പറഞ്ഞ് നിർത്തുകയായിരുന്നു. ദുഃഖത്തോടെ ഏറ്റവും വലിയ വേദനയിലാണ് ആ മകൻ ഇതൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഞാൻ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല, അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്നൊക്കെയാണ് സാന്റോ ദുഃഖം അടക്കി പിടിച്ചുകൊണ്ട് പറയുന്നത്. വർഷങ്ങളായി സാം മക്കളുമായി അകൽച്ചയിലായിരുന്നുവെന്ന് ജെസിയുടെ ബന്ധുക്കളും പറയുന്നു. മക്കൾ വിളിച്ചാൽ പോലും ഫോൺ കട്ട് ചെയ്യുന്ന പ്രകൃതമായിരുന്നു സാമിന്. ജെസി തന്റെ എല്ലാ കാര്യങ്ങളും മക്കളെ അറിയിക്കുമായിരുന്നു. കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും ജെസി മക്കളെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പങ്കുവെച്ചുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കൊലപാതകത്തിന് ശേഷം മൈസൂരിലേക്ക് കടന്ന പ്രതിയായ സാം പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അവിടെ വെച്ചാണ് അറസ്റ്റിലാകുന്നത്. ജെസിയുടെ വിദേശത്തുള്ള മക്കൾ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് നാട്ടിലുള്ള കുടുംബ സുഹൃത്തുക്കളെ വിവരമറിയിച്ചു. സെപ്റ്റംബർ 26 വെള്ളിയാഴ്ചയാണ് ജെസി അവസാനമായി മക്കളെ ഫോണിൽ വിളിച്ചത്. ഇതിനുശേഷം മക്കൾ ജെസിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയാണ് നാട്ടിലുള്ളവരെ കാര്യങ്ങൾ അറിയിക്കുന്നത്. മമ്മിയെ കാണാനില്ല എന്നാണ് അവർ പറഞ്ഞത്. വെള്ളിയാഴ്ചയാണ് അവസാനം വിളിച്ചതെന്നും പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും മക്കൾ പറഞ്ഞു. തുടർന്ന് കുടുംബ സുഹൃത്തിന്റെ പരാതിയിൽ മിസ്സിംഗ് കേസായി അന്വേഷണം തുടങ്ങിയ കേസാണ് ഒടുവിൽ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നത്. ജെസിയും സാമും തമ്മിൽ പ്രശ്നമുള്ളതറിയാമായിരുന്നു. പക്ഷെ ഒരാൾ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കരുതിയിരുന്നില്ല എന്നും കുടുംബ സുഹൃത്ത് പറയുന്നു. 1994 ജെസിയും സാമും ബംഗളൂരുവിൽ വെച്ച് വിവാഹിതരായത്. ഏറെനാൾ ഇരുവരും വിദേശത്തായിരുന്നു. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. സാമിന്റെ പരസ്ത്രീ ബന്ധത്തെ ചൊല്ലി ഇവർ തമ്മിൽ സ്ഥിരം വഴക്കായിരുന്നു. 15 വർഷത്തോളം അകൽച്ചയിലായിരുന്നു. കാണക്കാരിയിലെ വീട്ടിൽ 2 നിലകളിലായാണ് ഇരുവരും താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ സാം പല സ്ത്രീകളെയും കൊണ്ടുവന്നിരുന്നു. ഇത് ജെസി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴൊക്കെയും ജെസിയെ അതിക്രൂരമായിട്ടാണ് സാം മർദ്ദിച്ചിരുന്നത്.
ഇത് മാത്രമല്ല, ഇപ്പോൾ സാം കെ ജോർജിന് മകന്റെ മൊഴികളും മാത്രമല്ല കുരുക്കായിരിക്കുന്നത്, ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയുടെ ചില വെളിപ്പെടുത്തലുകളും സാമിന് ഊരാക്കുടുക്കിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം ഇറാനിയൻ യുവതിയുമായി സാം കാണക്കാരി രത്നഗിരിയിലെ വീട്ടിലെത്തിയിരുന്നു. ഈ സമയത്ത് സാമും ജെസ്സിയും തമ്മിൽ വഴക്കിട്ടതായിട്ട് ഇറാനിയൻ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ജെസ്സിയെ കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇറാനിയൻ യുവതി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഭർത്താവ് സ്വന്തം ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധങ്ങൾ പൊക്കിയതാണ് ഭാര്യയെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്. സാമിന് വിദേശ സ്ത്രീകളോട് വല്ലാത്ത ഭ്രമമാണ്. അയാൾക്ക് എത്ര രൂപ വേണമെങ്കിലും അതിന് ചെലവാക്കുമായിരുന്നു. വിദേശ സ്ത്രീകളുമായി വലിയ തോതിൽ ഇയാൾക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം ജെസ്സി എതിർത്തിരുന്നു. അതൊക്കെയാണ് സാമിൽ വൈരാഗ്യം നിറച്ചത്. ഇത് മാത്രമല്ല, ഇയാളുടെ പരസ്ത്രീ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ മക്കളോടും ജെസ്സി പറഞ്ഞിരുന്നു. മക്കൾക്കും ഇയാളോട് വെറുപ്പായിരുന്നു. മക്കളും സാമും തമ്മിൽ വലിയ അകൽച്ചയിലായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾക്ക് വയ്യാതിരിക്കുമ്പോൾ പോലും മക്കൾ ആരും തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. കാരണം അവർ കണ്ടു വളർന്നത് പിതാവ് അമ്മയെ ഉപദ്രവിക്കുന്നതും അതിക്രൂരമായി പീഡിപ്പിക്കുന്നതും ഒക്കെയാണ്. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ സാമുമായി നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കാറും മറ്റ് തെളിവുകളും കണ്ടെത്തിയിരുന്നു. കോട്ടയം ശാസ്ത്രി റോഡിലെ ഒരു ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് സാം മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തിയത്. കാറിനുള്ളിൽ നിന്ന് ഒരു വെട്ടുകത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 10 ദിവസം മുൻപ് സാം ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളത്തെ വ്യൂ പോയിന്റിൽ എത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അതായത് ജെസ്സിയെ കൊലപ്പെടുത്താൻ ഇയാൾ മുൻകൂട്ടി തന്നെ പ്ലാൻ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. വ്യൂ പോയിന്റിന്റെ ഫോട്ടോകളൊക്കെ ഇയാൾ ഫോണിൽ എടുത്തിരുന്നു. അതിന്റെ തെളിവുകളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.